ചെറുതോണിയിൽ നിന്ന് നമ്മൾ പൈനാവിലേക്ക് കയറി വരുന്ന വഴിയാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഈ വഴിക്ക് വാഹനങ്ങളുടെ തിരക്കൊക്കെ കുറവാണ്. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഈ ബോട്ടിങ്ങിൻ്റെ ചിഹ്നമൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ, സർവീസ് ഇല്ല കേട്ടോ. ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ നമ്മുടെ KSRTC വരുന്ന ഒരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. തൊടുപുഴ വണ്ടിയാണേ. ഇവിടെ ഇപ്പോൾ ഉള്ളൊരു പുതിയ കടയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു കടയൊന്നും കണ്ടില്ലായിരുന്നു. ഇവിടെ കൊലുമ്പൻ സമാധിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചെമ്പൻ കൊലുമ്പൻ സമാധി. ഇവിടെ ഒരു കൽവിളക്കൊക്കെ വെച്ചിട്ടുണ്ടേ. ഇവിടെ കടുവയുണ്ട്, ആനയുണ്ട്, മുകളിലൊരു മാനുണ്ട്. സമാധി ഇങ്ങ് മുകളിലാണേ. ഇതുണ്ട് ഈ മരത്തിൻ്റെ ചോട്ടിൽ വലിയൊരു വൃക്ഷം. ആലാണോ അല്ല, പാല പോലെ എന്തോ ഒരു മരമാണ്. കൊലുമ്പൻ്റെ ഒരു ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത ചെമ്പൻ കൊലുമ്പൻ. ഈ വഴിയെ മുന്നോട്ട് പോയാൽ നമുക്ക് കലക്ട്രേറ്റിൻ്റെ അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. ഡാമിൽ വെള്ളം കിടക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കാണാവേ. ആ ഭാഗത്തൊക്കെ ബോട്ടിംഗ് ആണ്. ഇപ്പം വെള്ളം ഇച്ചിരി കൂടുതലായതുകൊണ്ടായിരിക്കും ബോട്ടിങ്ങൊക്കെ നിർത്തി വെച്ചേക്കുന്നത്. നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലേക്കൊക്കെ പോകാവേ. ഡാമിൻ്റെ അവിടെയൊക്കെ മിക്കവാറും ഇപ്പോൾ ക്ലോസ് ആയിരിക്കും. അങ്ങോട്ടാരും പോകുന്നു അങ്ങനെ കാണുന്നില്ല. ഹിൽ വ്യൂ പാർക്ക്, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, അതെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്. ഒരു ഗസ്റ്റ് ഹൗസ്, അതിഥി മന്ദിരം, അത് ഇവിടുന്ന് 900 മീറ്റർ അപ്പുറത്താണ്. അതിനകത്ത് കുറച്ച് ട്രീ ഹൗസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്. ഇവിടെ ഒരു ഈന്തുമരം നിൽക്കുന്നുണ്ട്, ഈന്ത്. പക്ഷേ അത് ഒന്നും ആയില്ല കേട്ടോ. ഇത് ചെറിയതാണ്, കൊലക്കാറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം ക്ലോസ് ആട്ടോ. ഇവിടെ നിന്നാണ് ബോട്ടിനുള്ള ടിക്കറ്റൊക്കെ കൊടുക്കുന്നത്. ഇതാ ഇവിടെ കുറച്ച് ആനക്കൂട്ടമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞനാനയൊക്കെ ഉണ്ടേ. അവന് അപ്പൻ്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇങ്ങനെ പെരിയാറിൻ്റെ തീരത്തൂടെ. ഇത് നല്ലൊരു ഒരു രസമായിട്ടാണല്ലോ ഈ ശില്പം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അറ്റം പോലെ അങ്ങേ അറ്റം വരെ ആനകൾ. ഇത് ചെയ്ത ശില്പി ആരാണോ, പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. കാണാൻ വളരെ ഭംഗിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ ഇവിടെയാണ്. ഹിൽ വ്യൂ പാർക്കിലേക്കൊക്കെ പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത്. മുന്നിലുള്ളത് ചെമ്പൻ കൊലുമ്പൻ്റെ സമാധിയൊക്കെ ഉണ്ട്. ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ആളൊക്കെ തീർത്ത് കുറവാണ്. അപ്പം എന്നാലും നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. എന്നാൽ പോയാലോ? ഒരു ഈന്തമരം ഇവിടെ തെളിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു കല്ലുവാഴയുണ്ടേ. ഈന്തൊക്കെ കണ്ടില്ലാത്തവർ കണ്ടോണം. ഈന്ത് നല്ലൊരു വൃക്ഷമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു ചെടിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിലൊരു കായ ഉണ്ടാവും. ആ കായൊക്കെ എടുത്ത് നമുക്ക് പുട്ടോ അടയോ പിടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഇതാ കല്ലുവാഴ, അതാ അവിടെ. ഇതൊക്കെ ഈയിടയ്ക്ക് ക്ലീനൊക്കെ ചെയ്ത് ഇട്ടിരിക്കുവാണ്. അപ്പം നമുക്ക് ഈ എൻട്രൻസ് കടന്ന് അങ്ങനെ അങ്ങ് പോകാം കേട്ടോ. ഏതായാലും നമുക്ക് അവിടെ ചെന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്ന് നോക്കാം. ബോട്ടിങ്ങിനൊക്കെ പോകുന്ന വഴി അതാണ് കേട്ടോ. ഈ വഴിക്ക് വേണം. PWD റെസ്റ്റ് ഹൗസും ബോട്ടിങ്ങും ഒക്കെ ഈ വഴിക്കാണ്. ഈ ഒരു പാലമൊക്കെ ചെറിയൊരു കലുങ്ക് പാലം കേട്ടോ. അതൊക്കെ കടന്നാണ് നമ്മളിങ്ങോട്ട് വരുന്നതേ. കുറേ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് വണ്ടികളാണ്. അപ്പുറത്ത് KSEBയുടെ സബ്സ്റ്റേഷനൊക്കെ കാണാവേ. എന്താ ഇവിടുന്ന് മുന്നോട്ടുള്ളൊരു കാഴ്ചകൾ നോക്കി. സൈഡെല്ലാം ഫോറസ്റ്റ് ഇതൊക്കെയാണ്. അങ്ങോട്ട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഇവിടെയൊക്കെ കണ്ടോ പാറ ഇരിക്കുന്നു നോക്കി. പെട്ടെന്ന് തോന്നും ആനയെങ്ങാനാണോ ഇരിക്കുന്നത് കാട്ടിലേ. ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഈ പാറയെല്ലാം വെട്ടി തുറന്നാണ് ഇടുക്കി ഡാമിൻ്റെ ഭാഗത്തേക്ക് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്.
കുറച്ച് നമുക്ക് കാടിൻ്റെ ഭംഗിയൊന്ന് കണ്ടാലോ? കേട്ടോ, നല്ല മനോഹരമല്ലേ കാടിൻ്റെ ഭംഗി. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ. ഹിൽവി പാർക്കിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട്. ആ പോകുന്ന കാറുകാരെ എന്നോട് വഴി ചോദിച്ച് വന്നായിരുന്നേ. ആ റോഡിൽ നിന്ന് നമ്മൾ പാർക്കിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്നൊരു വഴിയാണേ. ഈ സൈഡിൽ ഈ ചെടിയൊക്കെ വെച്ച് നല്ലപോലെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇപ്പം നല്ല ഗ്രീനറി ഇവിടെ എല്ലാം. ഇവിടെയാണ് വാഹനങ്ങളുടെ പാർക്കിങ്. ഇപ്പം തിരക്കൊക്കെ ഉള്ളപ്പോൾ താഴെ റോഡിലായിരിക്കുമേ. ഇവിടെ ഒരു മാപ്പൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, ജില്ലാ ടൂറിസം മാപ്പ്. ഇതെന്തിൻ്റെയാണോ ഇവിടെ ഒരു കെട്ടിടം പണിതിട്ടിരിക്കുന്നത്? വരുമ്പോഴെല്ലാം കാണുന്നുണ്ട്, അപ്പോഴെല്ലാം ഇതിങ്ങനെ തന്നെ. റോഡൊക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. കല്ലൊക്കെ വിരിച്ച് മുകളിലൊരു ടിക്കറ്റ് കൗണ്ടറുണ്ടേ. ആദ്യത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഫുള്ള് നെറ്റിട്ടേക്കും ഇവിടെ. താഴെയുള്ള ഗസ്റ്റ് ഹൗസാണേ. ഇത് നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ചെടിയാണേ. ഇതിവിടെ ഉണ്ട് കേട്ടോ. അതിലൊരു കളറ് കണ്ടോ. മഴയെങ്ങാനും പെയ്യുമോ അറിയത്തില്ല. കുറച്ച് ആൾക്കാരൊക്കെ മുകളിലോട്ട് പോടുണ്ടേ. ഇപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആയിരുന്നു കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറി പോകാനായിട്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കിട്ടും, അത് നമുക്ക് കണ്ടുപോകാം. ഇതൊരു ഹട്ടാണ് കേട്ടോ. ഇവിടെ കയറി നമുക്ക് താഴെ നിന്നൊക്കെ കുറച്ചും കയറി വരുമ്പോൾ ചില ആൾക്കാരെല്ലാം മടുക്കുവേ. അന്നേരം ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്ന ആ മരങ്ങൾക്കിടയിൽ കൂടെ ഇവിടെ കുറച്ച് നമുക്ക് കാണാവേ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കിടന്നാൽ കുറച്ചുകൂടെ കാണാം. 25 രൂപയാണ് ടിക്കറ്റ് കേട്ടോ ഒരാൾക്ക്. ഇതാ ഇവിടെ നോക്കിയേ, താഴോട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി. ഇപ്പം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഡാമിലെ വെള്ളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അത്യാവശ്യം പിള്ളേരുടെ കളിപ്പാട്ടും ചായയും കാപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏതായാലും നല്ല പച്ചപ്പാണ് കേട്ടോ. നല്ല കളറായിട്ട് കാണാം. വീഡിയോ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഫിൽറ്ററൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ കത്തിക്കഴിയുമ്പോഴല്ലോ ഒരു ഭംഗിയായിരിക്കും കാണാനേ. ആയിരത്തി 1999 ഈ ഹിൽവി പാർക്ക് ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ. അന്നാരാണ് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടേ. എങ്ങനെയുണ്ട് പാർക്ക് കാണാൻ? നല്ല രസമല്ലേ? ഇപ്പോൾ നല്ല പച്ചപ്പാണേ. നമുക്ക് മുകളിലോട്ട് പോയതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുവരാം. താമരശ്ശേരി ചുരം കയറുന്ന മാതിരിയാണ്. കുറേ വളവുകളുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന വളവുണ്ട്, 2-3 വളവ് ഇങ്ങനെ കയറിയാണ് ഇങ്ങോട്ട് മുകളിലേക്ക് നമ്മൾ പോകുന്നത്. ഓണമൊക്കെ വരുന്നതനുസരിച്ച് ക്ലീനിങ് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാം, അവിടെ നല്ല കാഴ്ചയുള്ളത്. പൊതുവെ ഇപ്പോൾ ആൾ കുറവാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കൊക്കെ വരത്തുള്ളേ. ഈ ഒരു ഹട്ടൊക്കെ കണ്ടോ, എന്ത് ഭംഗിയത് കാണാൻ നോക്കി. ഇവിടെ കയറി നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ.
ഇടുക്കി ഡാമിൻ്റെ ആ കെട്ടാണ് കാണുന്നത്. അൻപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഇടുക്കി ഡാമിൻ്റെ കെട്ടുണ്ടോ. ഇപ്പുറത്തെ സൈഡിൽ കുറവൻ മലയും അപ്പുറത്താ പൊങ്ങി നിൽക്കുന്നത് കുറത്തിമലയുമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ നീണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം. അപ്പുറത്തുനിന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഇവിടെ ഒരു ചെടി കണ്ടോ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു, നോക്കിയത്. നമുക്കിവിടെ നിന്ന് ഇടുക്കി ഡാമെന്ന് കണ്ടു നോക്കാവേ. എന്തൊരു പച്ചപ്പാന്ന് നോക്കി. വെള്ളമൊക്കെ ഒരു നല്ല രീതിക്ക് ഒരു കിടപ്പുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടേ, റോഡുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങേ അറ്റത്തേക്ക്. ഇതാണ് ഹിൽ വ്യൂ പാർക്ക് കേട്ടോ. കുറേ റൈഡുകളും പരിപാടികളൊക്കെ ഉണ്ട്, പിള്ളേർക്കും വലിയവർക്കും ഒക്കെ പറ്റിയത് ഒക്കെ നമുക്കൊന്ന് കാണാം. ഇതൊരു കളറിങ് കേട്ടോ. ഇത് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം പേരെല്ലാം ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 2 കപ്പയുടെ അടുത്ത് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ. ബോട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബോട്ടിങ്, സിപ്പ് ലൈന് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതിന് ആളില്ല. ആളെ ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന കാണാം. അതിൻ്റെ കളറൊക്കെ കൂടി അടിപൊളിയല്ലേ. ഇവിടുന്ന് കുട്ടവഞ്ചിയുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാറക്കുളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ടേ. ലൈഫ് ജാക്കറ്റൊക്കെ. ഇതാണ് കുട്ടവഞ്ചി. നമ്മൾ അടവിയിലൊക്കെ പോകുമ്പോൾ കാണൂലേ എന്ന് പറഞ്ഞ പോലെ. അത് സിപ്പ് ലൈൻ്റെ ഒരു ഏരിയ ആണേ. ഇപ്പോഴീ പാറക്കുളത്തിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട്. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വറ്റിക്കിടക്കുന്നതായിട്ട് കാണാം. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനായിട്ട് പാറയൊക്കെ പൊട്ടിച്ചെടുത്തൊരു പാറക്കുളമാണ്. ഇപ്പോഴത് ഒരു ടൂറിസം സംഭവമായിട്ടിങ്ങനെ ബോട്ടൊക്കെ, പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയായിട്ട് മാറി കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങുകയും ചെയ്യരുത്. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 2-3 നാൾ താഴ്ചയിൽ വെള്ളമെങ്കിലും കാണും. 3 നാൾ അല്ലെങ്കിലേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ വർക്കാണ്, അടിപൊളിയാണ്. കുറച്ച് അപ്പുറയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനേ നല്ല മനോഹരമായിരിക്കും കേട്ടോ. നല്ല ഫോട്ടോ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് പണ്ടത്തെ ഒരു കളിപ്പാട്ടമായിരുന്നു തോന്നുന്നു, അതോ വെസ്റ്റ് വിന്നായിരുന്നു അറിയത്തില്ല. കുറേ അധികം വിളക്കുകാലുകളുണ്ടോ, അതൊക്കെ കത്തുന്നതായിരിക്കുമല്ലേ. പാറക്കുളം, വീണ്ടും പാറക്കുളത്തിൻ്റെ അടുത്തേക്ക് പോകും നമ്മൾ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ, നമ്മളാ കൊട്ടവഞ്ചിയുടെ ആ ഒരു അവിടെ നിന്നില്ലേ, അതിൻ്റെ ദൂരക്കാഴ്ച എങ്ങനെയുണ്ടോ നോക്കി. ഇവിടെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കളിക്കളമാണ് കേട്ടോ. ഇവിടെ 2 ഊഞ്ഞാലൊക്കെ ഉണ്ടേ, വലിയവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പിന്നെ വലിയവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഊഞ്ഞാലിലൊന്ന് കയറി നോക്കട്ടെ. ഊഞ്ഞാൽ മറിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കയറി ഇരുന്നില്ല. ഊഞ്ഞാലേ പോകല്ലേ, ഞാൻ ഇരുന്നില്ല. കൊള്ളാം കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഇത് ആടാൻ കൊള്ളാം. കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉന്തി വിടുവാണെങ്കിൽ കുറച്ച് ആടാല്ലേ. വലിയവർക്കും ഇവിടെ കളിക്കാൻ പറ്റിയ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മുകളിലോട്ടൊക്കെ. അപ്പോൾ ഇതുപോലെ ഊഞ്ഞാലാടിയത് ആടാനാണെങ്കിൽ കുറേ നേരം ഇവിടെ ഇങ്ങനെ ആടാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. അങ്ങ് മുകളിലൊരു സംഭവം കണ്ടോ, അത് ഇടുക്കി ഡാമിൻ്റെ വാച്ചിങ് ഗാലറിയാണേ. അവിടെ കയറി നമുക്ക് ചെറുതോണി ഡാമിൻ്റെ കെട്ടൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം.
പഴയ ബോട്ടെല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഉപയോഗശൂന്യമായ സാധനങ്ങളാണ്. ഇതുകൊണ്ട് അവിടെ നിന്നാണ് സിപ്പ് ലൈൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അവിടെ സിപ്പ് ലൈനുണ്ട്. പിന്നെ പിള്ളേരുടെ ആണ് ഇവിടെ ഈ കളി സംഭവങ്ങളെല്ലാം കൂടുതലും. അവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് അങ്ങോട്ടേലും കാണാം. ഇനിയിപ്പം നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോകാം കേട്ടോ. എനിക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ ഹട്ടുകളുണ്ടോ, ഇത് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. വന്ന വഴിക്കൂടെ തന്നെ തിരിച്ചു പോവാം. കുറച്ച് മീനുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാവോ, ചെറിയ ചെറിയ പരല് പോലത്തെ മീൻ. ഇവിടെ വേണം ഇപ്പോൾ നല്ല ഭംഗി കാണാൻ കേട്ടോ. ആ ഒരു കളറും ഈ ഹട്ടും അതുപോലെ ഇത് നല്ലൊരു ഗാർഡനാണ് കേട്ടോ. കുറേ പൂമര ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ. അത് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും അതിനെക്കാട്ടി ഗംഭീരമായ കാഴ്ചയാണ്. ഇതിലേ വേണം പുറത്തേക്ക് പോകാൻ. ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗി കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു പോയിന്റിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതായിരുന്നു. ആലോചിച്ച് നോക്കി, അടിപൊളിയല്ലേ. ഞാൻ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, എങ്ങനെയുണ്ട് എൻ്റെ ബൈക്കിലേക്ക് ഒരാൾ നിർത്തിയൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാൻ. അവിടെയും വെള്ളം കയറി കിടക്കുന്നുണ്ടോ, ആ മരങ്ങൾക്കിടയിൽ കൂടെ കാണാവുന്നൊരു കാഴ്ച. പണ്ടൊക്കെ ഇവിടെ താഴേക്ക് ഇറങ്ങി നിന്ന് കാണാമായിരുന്നേ. ഇപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് ആ കുറത്തിമലയും ഇടുക്കി ഡാമിൻ്റെ കെട്ടിൻ്റെ ഒരു സൈഡും കാണാം. നമ്മളാ വന്നിടത്ത് അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ സംഭവമായിരുന്നു അത്. അതിപ്പോൾ അവിടെ ഒരു കടയായിട്ടാണ് ഉള്ളത്. ഇതാ മുകളിലും കുറേ സംഭവങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയും സ്ട്രക്ചർ വർക്കും അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ചായ ഉണ്ടോ എന്ന് ചോദിക്കാം. ചായ ഉണ്ടോ? എന്നാൽ ഒരു ചായ ഒന്നേര്. എന്നാണ്ട്? ഓ, ഞാൻ ചുമ്മാ നല്ല പച്ചപ്പൊക്കെ അല്ലേ ഒന്നുകൂടെ കണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ആള് കുറവല്ലേ? ഓണമാണ്, ഇന്നത്തേക്ക് ആളാവുള്ളൂ. ആ, ഡാം അപ്പുറത്തെ വഴിയല്ലേ, അങ്ങോട്ട് പോകാൻ പറ്റും. അതിന് മുകളിൽ കൂടെ പോകാൻ പറ്റുമല്ലോ. ആർക്കാലും വെടിവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തോക്ക് കൂടെ ഉണ്ട് കേട്ടോ. ഇതാ കിടക്കുന്നു. ഇവിടെ ഒന്ന് ഇടുക്കി ഡാമിൻ്റെ ദൂരെ കാഴ്ചകൾ കാണണമെങ്കിൽ ബൈനോക്കുലർ ഇവിടെയുണ്ട്. പിള്ളേരെ പറ്റിക്കാവുന്ന എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കൊരു ചായ കുടിക്കാം, വെള്ളം കുടിക്കാം. ആ, കാണാൻ വേറെന്തോ ഒരു ഐറ്റം കാണിക്കാന്ന് പറയുന്നത്. ബബിൾസ് അല്ലേ? ആ, കാറ്റ് ഫ്രീയാ. ഇങ്ങനെ അങ്ങ് വീശി കാണിച്ചാൽ മതി അല്ലേ? എന്നാ വീശ്, 2 ബബിൾസ് ഇട്ടേ. കണ്ടോ ബബിൾസ് എല്ലാം കൂടെ പോകുന്നുണ്ടോ? ആ, മരം പൊട്ടിച്ച് കളഞ്ഞു ബബിൾസ്. ബബിൾസ് പോകുന്ന പോക്കുണ്ടോ? ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. ഇതൊക്കെ കണ്ട പിള്ളേർ ഓടി ഓടി മേടിച്ചോളും. വലിയവർ തന്നെ മേടിക്കും അല്ലേ? ഊതണ്ട ആവശ്യമില്ല. ശരി, മതി. ഒരു കിളി ഇരിക്കുന്നുണ്ടോ പേരയിൽ? പേരയ്ക്കാൻ മുഴുവൻ കൊത്തിപ്പറിച്ച് തന്നെയാണ് ഇവൻ്റെ പരിപാടി. അങ്ങോട്ട് നോക്കിയേ, ആ ഒരു കാഴ്ച ഉണ്ടോ? ആ കെട്ടിടമൊക്കെ ഫുൾ സ്ട്രക്ചറിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ തരത്തിലുള്ള ഫോട്ടോ പോയിന്റുകളാണ് ഇതെല്ലാം. കണ്ടോ? മുകളിലോട്ട് കയറി പോകണം. മുകളിൽ പോയോ? ആ, എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. കൊള്ളാം. നമ്മൾ ആ കാറുകാർക്ക് വഴി പറഞ്ഞു കൊടുത്തില്ലേ, ആ കാറിൽ വന്നൊരു ചേട്ടനും ചേച്ചിയായിരുന്നു ഇപ്പോൾ വന്നതേ. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ മുകളിൽ കയറാം. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം.
ഇനി നമുക്ക് ഈ ഭാഗത്ത് പോയി നോക്കാം അല്ലേ. ഈ ഒരു ചെടിയിൽ എമ്പടി പേരെഴുതി വെച്ചിട്ടുണ്ടേ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരെഴുതണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ. ഒരു ചെടിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ കുറച്ച് കടലാസ് പുഷ്പങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഇതിന് പല കളറിലുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ കുറേ കൊണ്ടുവച്ചായിരുന്നു. പക്ഷേ മഴ വരുമ്പോൾ ഇതെല്ലാം പോകും കേട്ടോ. വെയിലുണ്ടെങ്കിലേ ഇതിന് നല്ല പൂക്കളൊക്കെ വരുള്ളൂ. മഴ വരുമെന്നാണ് തോന്നുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ കാഴ്ചകൾ കണ്ട് താഴെ ഇറങ്ങണം. മരത്തിൻ്റെ ഇലയൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞു കിടക്കും കേട്ടോ. ഇത് റിസ്ക് സോണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ സ്കൈ സൈക്കിളൊക്കെ ഉണ്ട്, സിപ്പ് ലൈനുണ്ട് കണ്ടോ. അത് സ്കൈ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കയറിനകത്തോടെ വേണം നമുക്ക് നടന്നു പോവാം. ബർമ ബ്രിഡ്ജ്. ഇവിടെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ ഒരു പുല്ലുകൊണ്ട് ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നേ, ഒരു ഹട്ടുണ്ടായിരുന്നു ഈ വാഗയുടെ വീട്ടിൽ. അതിന് പകരം ഇപ്പോൾ വേറെ രീതിയിലുള്ളൊരു ഹട്ടാണ് കാണുന്നത്. ഇവിടെ വന്ന ആൾക്കാർക്ക് റെസ്റ്റ് എടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെയും പിള്ളേരുടെ കുറേ കളി സംവിധാനങ്ങളൊക്കെ ആണ്. ഇവിടുന്ന് കയറി നോക്കാം അല്ലേ, ആരും വന്നല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് താഴെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമൊക്കെയാണ്. ഇടുക്കി രാവിലെ ആദ്യം ഉണ്ടാക്കിയൊരു കെട്ട് അതൊക്കെ ആ താഴെ കാണുന്നത്. ഇവിടെ പിള്ളേർ വന്നാൽ അന്തം വിട്ടു പോകും. അതുപോലെ ഓരോ പരിപാടികളുണ്ട് ഇതിനകത്തെ. ഈ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ഈ താഴോട്ട് നോക്കാം. അത് കണ്ടോ, നമ്മൾ ആദ്യം പോയ ആ ഗാർഡനൊക്കെ കണ്ടോ. ബോട്ടൊക്കെ കിടക്കുന്ന കാണാവോ, കൊട്ടവഞ്ചി. സിപ്പ് ലൈനൊക്കെ ഇവിടുന്ന് അവിടുന്നാണ് സിപ്പ് ലൈൻ പോകുന്നത് കേട്ടോ, അങ്ങേ സൈഡ്. എന്തായാലും ഈ പാറക്കുളം നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കാം കേട്ടോ. കഴിഞ്ഞ മഴയത്തെ വെള്ളം മുഴുവനുണ്ട് ഇവിടെ. അതിൻ്റെ മണ്ടയ്ക്ക് വരെ നമുക്ക് കയറി ചെല്ലാവേ. ഇതാണ് കേട്ടോ സൈക്കിൾ. ഈ സൈക്കിളെ കൂടെ നമുക്ക് ടയറില്ലാത്ത സൈക്കിളാണ്. കപ്പി പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇതുവഴി നമുക്ക് അക്കരയ്ക്ക് ഇക്കരയ്ക്കൊക്കെ ചവിട്ടി പോവാം. ഇതിനകത്ത് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കുള്ളതും ഉണ്ട്. ഈ സൈഡിലുള്ളതൊക്കെ വലിയവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അകത്ത് സെൻട്രൽ മാത്രമേ പിള്ളേർക്കുള്ളൂ. ഇവിടുന്നാണ് സിപ്പ് ലൈനും ഈ ബർമ ബ്രിഡ്ജിൽ കൂടെ ഉള്ള നടപ്പും കയർപാലമൊക്കെ കണ്ടോ. ഈ കയർപാലത്തെ കൂടെ നമുക്ക് നടന്ന് ബെൽറ്റ് ഇട്ട് തരും. ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ ബെൽറ്റിൻ്റെ ബലത്തിൽ താഴെ പോകാതിരിക്കും. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ നടന്ന് തോണ്ട് അക്കരെ വരെ പോകും. സിപ്പ് ലൈൻ്റെ ഭാഗം ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ റേറ്റൊക്കെ ഉണ്ട്. 200 കിലോ വെയിറ്റ് വരെ പോവും മാക്സിമം. 2 പേര്, കപ്പാസിറ്റി 2 പേര്. റേറ്റ് എത്രയാണെന്ന് എഴുതിയിട്ടില്ലല്ലേ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങ് താഴെ കണ്ടോ, നേരെ അങ്ങ് താഴെ. നമ്മൾ നേരത്തെ അവിടം വരെ പോയായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കാം. ഈ സിപ്പ് ലൈനിൽ പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബാണാസുര സാഗറിൽ ചെന്നപ്പോഴാണ് ഇതുപോലെ ഈ പാർക്കിൽ ഇങ്ങനെ സിപ്പ് ലൈനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടോ കൂടുതലും. ഇത് ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ. നല്ലൊരു കൂടാരം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മഴയൊന്നും വന്നാൽ നനയത്തില്ല കേട്ടോ. ഒരുപാട് റൈഡുകൾ നമുക്ക് അടുത്തൊന്ന് പോയി നോക്കിയാലോ. നടുക്കൊക്കെ ഉള്ളതെല്ലാം പിള്ളേരുടെയാണ്. ഈ സൈഡിൽ കൂടെ ഇതുണ്ടോ, ഈ കയറെ കൂടി ചവിട്ടി നടക്കുന്നതൊക്കെ ഇതൊക്കെ വലിയവർക്കുള്ള കേട്ടോ. വലിയവർന്ന് വെച്ചാൽ കുറച്ച് പ്രായമായ പിള്ളേർക്കൊക്കെ ഇതെങ്ങനെ ഉപയോഗിക്കാവേ. ഇതേ കൂടെ ഇങ്ങനെ ചവിട്ടി അങ്ങ് അറ്റം വരെ പോവാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ഊഞ്ഞാല് കണ്ടോ, ഒരു ഊഞ്ഞാല് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതേലും എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് മൊത്തത്തിലുള്ളൊരു ഗെയിം സോണാണേ. അങ്ങനെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ അകത്ത് അതിനകത്തോടൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് അപ്പുറം ഇപ്പുറമൊക്കെ പുറത്തു നോക്കി ചാടാം കേട്ടോ. ഇതൊക്കെ ഈയിടയ്ക്ക് അവിടെ പണി തീർത്തിട്ടിരിക്കുന്നതാണ്.
നോക്കി, ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. കൂടുതലും ഇങ്ങനെ ഇത് ഇച്ചിരി വീതി കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ, ഇതേലും ഇങ്ങനെ ചവിട്ടി പോവാവേ. ഇതൊക്കെ സർക്കാരിൻ്റെ സ്ഥലമൊക്കെ ഓരോരോ പ്രൈവറ്റ് വ്യക്തികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഇതൊരു 8 കാലി വല പോലെ ഉണ്ടല്ലേ ഇത് കാണാനായിട്ട്. അഡ്വഞ്ചർ ടവറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി അഡ്വഞ്ചറുകൾ മാത്രമേ ഉള്ളൂ. അത് അഡ്വഞ്ചർ ടവർ. പിള്ളേർ കപ്പാസിറ്റി 6, കപ്പാസിറ്റി കുട്ടികൾ 6, വലിയവരാണെങ്കിൽ 18 വയസ്സിന് മുകളിൽ, മുതിർന്നവർ 6 മുതൽ 18 വയസ്സിന് മേൽ. ഹൈറ്റ് മിനിമം 140 പൊക്കം. അതെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സോൺ ഇതാണ് സംഭവം. കിഡ്സ് പാർക്ക്. നിബന്ധനകൾ എഴുതിയിട്ടുണ്ട്, വായിച്ചോണേ. അതിന് റൈറ്റ് എഴുതിയിട്ടില്ല അല്ലേ. പ്രവേശനം പാസ് മൂലമാണേ. ഈ ഭാഗത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ, ഇവിടെ ഒരു വാഗ നിൽപ്പുണ്ട്, അപ്പുറത്തൊരു മരം പൂത്തു നിൽക്കുന്നുണ്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ. ഈ പച്ചപ്പിനിടയ്ക്കൂടെ ചുവന്ന പൂക്കൾ. ഇതിൻ്റെ എല്ലാം ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ബർമ ബ്രിഡ്ജ്, ഇതാണ് ടിക്കറ്റ് റേറ്റ് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് ഈ ബർമ ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് എന്താ ഭംഗി നോക്ക്. ഇപ്പോൾ വെള്ളത്തിന് നിറം നല്ല പച്ച നിറമായി കേട്ടോ. വിശദമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു കല്ല് പെറുക്കി വെച്ച് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടോ, നേരത്തെ ഇതൊക്കെ പെയിൻ്റ് അടിക്കാൻ കിടക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പെയിൻ്റ് അടിച്ചതിൻ്റെയൊക്കെ പേരൊക്കെ എഴുതി പോകും. 7, 3, KL 10. അതിനിടയ്ക്ക് അവിടെ നമ്മുടെ 6 ഇടുക്കി ഉണ്ട് കേട്ടോ. നേരത്തെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. താഴെ കന്യാകുമാരി, ഇവിടെ ഇങ്ങേ അറ്റം കാസർഗോഡ്. ഇത് കാസർഗോഡാണ് കേട്ടോ. വാച്ച് ടവറൊക്കെ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോഴാണേ. അപ്പോൾ നമുക്കൊരു കാര്യം, ഇവിടെ കൂടെ ഒന്നും പോകാതെ പറ്റിയല്ല, ഇവിടെ ഒന്ന് പോയിട്ട് വരാം. ഈ 2ാമത്തെ തട്ടിൽ, താഴേന്ന് 2ാമത്തെ തട്ട്. ഇവിടെ കുറച്ച് ഗ്ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ പോലെ ആടുന്ന സംഭവം. അതിന് അങ്ങനെയല്ലേ പറയുന്നത്, അത് ക്ലൈൻസാണ്. എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ആ കാണുന്നതാണ് ആ സംഭവം. ഒരു മോട്ടോറിൽ നമ്മളെ വലിച്ച് പുറകോട്ട് കൊണ്ടുവന്നിട്ട് ആ ഡാമിലേക്ക് തള്ളി വിടും. അങ്ങ് പൊക്കോണം, അതാണ് പരിപാടി. അത് ഭയങ്കര രസമുള്ളൊരു കേസാണ്. അങ്ങ് തെറിച്ച് ആ വേലിക്ക് അപ്പുറത്തോട്ട് പോകും കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ടേ, കണ്ടോ, കാണാൻ മനോഹരമല്ലേ അതൊക്കെ. ഈ പച്ചപ്പിനിടയ്ക്ക് കൂടെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇവിടെ നമുക്ക് ചെറുതോണി ഡാമിൻ്റെ ആ ഒരു കെട്ടിങ്ങനെ കാണാം കേട്ടോ. ആ കാണുന്നതാണ് ചെറുതോണി ഡാം. അവിടെയാണ് ഈ ഡാമിൽ വെള്ളം കൂടുമ്പോൾ ഷട്ടർ തുറന്നു വിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ അവിടെയാണ് കാണുന്നത് കേട്ടോ. ഇത്രയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വീണ്ടും ഇവിടെ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ. കുറവൻ കുറത്തി മലയും ഇടുക്കി ഡാമിൻ്റെ കെട്ടും. ഇതാ ഇപ്പുറത്തൊരു ഇതുണ്ടോ, ഈ വെള്ളം കിടക്കുന്നുണ്ടല്ലോ 60 കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഈ വെള്ളം കിടക്കുന്നത്. ഇടുക്കി ഡാമിലെ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ ഒരു അളവ് കിടക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കണ്ടോ എന്തേരം വെള്ളമാണ് കയറി കിടക്കുന്നത് നോക്കി. ഇതൊക്കെ കൂടെ കാണുമ്പോഴാണ് ആൾക്കാർ ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ ഒറ്റയ്ക്ക്. ഇവിടെയൊക്കെ നോക്കി നടക്കണം കേട്ടോ. ഇപ്പോൾ കാലിൽ ഓട്ടിന്ന് ഒരു പാമ്പങ്ങ് വലിഞ്ഞു പോയതേ ഉള്ളൂ. ഈ പച്ചപ്പൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാരൊന്നും ഇപ്പോൾ അധികം വരുന്നില്ല. അത് കാരണം പാർക്കിൻ്റെ ഒരു കാഴ്ച കണ്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്ന്
ആ കടയൊക്കെ കണ്ടോ. ഓക്കെ. ഓ, ഡാമിൻ്റെ ഒരു വ്യൂ അങ്ങേ അറ്റത്ത്, ആ മലയുടെ അങ്ങേ അറ്റത്താണ് കേട്ടോ കാൽവരി മൗണ്ട് കല്യാണത്തണ്ടൊക്കെ ഉള്ളത്. ആ സൈഡിൽ മേട്ടുക്കുറിഞ്ഞൊക്കെ പൂത്തിങ്ങനെ കിടക്കുവാണേ. കുറേ ഭാഗത്ത് പൂത്തിട്ടുണ്ട്. അത് കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ പോകുന്നുമുണ്ട്. ഇതാ അവിടെ കണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ടേ. പാഞ്ചാലി ഗുഹ എന്നല്ല അതിൻ്റെ പേര്, വൈശാലി ഗുഹ എന്നാണ് കേട്ടോ. വൈശാലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ ആയിരുന്നു. അപ്പം അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തൊക്കെ അവർ ചിത്രീകരിച്ചിട്ടുണ്ടേ. ഈ കാണുന്നത് ഇതാണ് വൈശാലി ഗുഹ. കുറവം മലയുടെ ഉള്ളിലാണ് ഈ വൈശാലി ഗുഹയുള്ളത്. ഇവിടെ നമുക്ക് മറ്റൊരു സംഭവം കാണാൻ പറ്റും കേട്ടോ. വൈശാലി ഗുഹ അതുകൊണ്ട് ആ ഡാമിൻ്റെ അവിടെ കാണാമോ, ഒരു ചെറിയ ഹോള് പോലെ കണ്ടോ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ് വൈശാലി ഗുഹ. വൈശാലി സിനിമ എടുത്തപ്പം ഇവിടം കൊണ്ടൊക്കെ ആയിരുന്നു കൂടുതൽ ചിത്രീകരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് വൈശാലി ഗുഹ. ആ കെട്ടിൻ്റെ മുകളിൽ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ. ആ റോഡെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടോ വളഞ്ഞങ്ങ് പോകുന്നുണ്ടോ, നമ്മൾ കട്ടപ്പന റോഡിലേക്ക് ചെന്ന് ചേരും. ആ വഴി അങ്ങനെ അപ്പുറത്തൊരു ഗേറ്റൊക്കെ ഉണ്ട്. ഇപ്പുറത്തും കൊണ്ട് ഗേറ്റ്. ഈ സമയത്ത് അതിലെ കൂടെ ആരും ഗേറ്റ് വിടുന്നില്ല. ഓണത്തിന് അതിനിപ്പോൾ തുറക്കത്തുള്ളേ. അന്നേരം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് മേളിലേക്ക് കയറിപ്പോവാം. മേളിൽ നിന്ന് താഴോട്ടുള്ളൊരു കുറച്ച് കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പം മേളത്തെ ആ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് ഈ വന്ന വഴിയെ തന്നെ തിരിച്ചങ്ങ് പോയേക്കാം. ഇങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെ കണ്ടോ എങ്ങനെയാണെന്ന് നോക്കി. ഇവിടെയും നമ്മുടെ ആ കടലാസ് ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗി കേട്ടോ. ഇത് കുറേ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. ഇവിടെയൊക്കെ കണ്ടോ ഡാം സംബന്ധമായിട്ട് അന്നത്തെ സമയത്ത് ഇവരെന്തൊക്കെയോ ഇവിടെയൊക്കെ കെട്ടി വാർത്ത് കുറേ പണികളൊക്കെ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി വേണം മുകളിലോട്ട് പോകാനേ. കുറേ അധികം സ്റ്റെപ്പുകൾ മുകളിലോട്ട് കയറാനുണ്ട് ആ വാച്ചിങ് ഗ്യാലറിയിലേക്ക്. വാച്ചിങ് ഗ്യാലറിയുടെ മുകളിൽ കയറി നമുക്ക് ചുറ്റുപാടും കുറേ കാഴ്ചകൾ കാണാം. ഇവിടെയും ഒരു ചെടി കണ്ടോ. ഇതിനെ ഇവിടെയും എല്ലാവരും പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ് ഈ പേര്? എന്തൊക്കെയോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ എത്ര പേരെഴുതിയാലും ഇതിനെ ഉപദ്രവിച്ചാലും ഇത് കാണാൻ വളരെ മനോഹരമാണ്. വാച്ചിങ് ഗാലറിയുടെ അടുത്തേക്ക് എത്തി നമ്മൾ. വാച്ചിങ് ഗാലറി ഇവിടുന്ന് ഒന്നും കാണത്തില്ല. ഈ മരത്തിനിടയ്ക്ക് കുറേ വെള്ളം മാത്രമേ കാണത്തുള്ളൂ. നമുക്കിതിനെ വണ്ട കയറി നോക്കാം. ഗാലറിയിൽ നിന്ന് താഴോട്ട് നോക്കാം. കുറച്ച് സ്റ്റെപ്പുകൾ ഇവിടെയും കയറാനുണ്ട്. കണ്ട ഇവിടെ വന്നാൽ ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കാണാം. ഇതോ കാണുന്നത് ചെറുതോണി ഡാം. ഇപ്പുറത്ത് നമുക്ക് ഇടുക്കി ഡാം കാണാം. പക്ഷെ അതിനൊരു മറവിന് വ്യത്യാസമായിപ്പോൾ അല്ലേ, ആ ഒരു വർക്ക് അവിടെ ഉള്ളതുകൊണ്ട്. അതിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പാൽക്കുളമേടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ, കാലാവസ്ഥ നല്ലതാണെങ്കിൽ.
ആ മൂലൊരു പാറ ഉണ്ട്. ആ പാറ കയറി നിന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ താഴത്തെ പാർക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. ഒരു ഡ്രോൺ ഷോട്ടിൽ കാണുന്ന പോലെ കാണാം. ഡാമിലെ കാഴ്ചകൾ നമുക്ക് ഒന്നുകൂടെ കാണാം. ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ആ വെള്ളമൊക്കെ കിടക്കുന്ന കാണാനേ ഒരു നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കാണ് ഈ ഭാഗത്ത് കുറച്ച് മരമൊക്കെ ഉണ്ടായിരുന്നേ, അത് വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ചെറുതോണി ഡാമൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നത്. നേരത്തെ ഇവിടെ നമുക്ക് അത്ര ഭംഗിയായിട്ട് കാണത്തില്ലായിരുന്നു. ആ ഒരു ക്ലയൻറ്റ് അവിടെ നിൽക്കുന്നത്, അതിൻ്റെ ആ ഒരു ഗാർഡർ നിൽക്കുന്നത് നമ്മളെ ഇടുക്കി അണക്കെട്ടിൻ്റെ ആ കെട്ട് കാണുന്നത് നമുക്കൊരു ഭയങ്കര തടസ്സം കേട്ടോ ഉള്ള പറഞ്ഞു. ഇവിടെ നിന്നുള്ള നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇടുക്കി ഡാമും അതിൻ്റെ വെള്ളം കിടക്കുന്നതും ആ ഒരു ഏരിയ മൊത്തത്തിലുള്ള ഒരു 360 വ്യൂവിലുള്ള ഈ വാച്ചിങ് യാർഡിൽ കയറുന്ന നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ടാണ് കാണാവുന്നത് കേട്ടോ. അത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാവുന്നത്. എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാവോ ചെറുതോണി ഡാമും ഇടുക്കി ഡാമും നേരിയ തോതിലെങ്കിലും. അപ്പം നമുക്കിനി താഴോട്ടിറങ്ങിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലും പോയിട്ട് തിരിച്ചിവിടെ നിന്ന് താഴെ ഈ പാർക്കിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടെ കണ്ടിട്ട് പോയേക്കാം. ഏതിൻ്റെയോ ഒരു അറ്റത്തോട്ട് നമ്മൾ പോകുന്ന പോലത്തെ ഒരു കാഴ്ച ഇവിടെ നമുക്ക് കിട്ടുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ മനോഹരമായൊരു ഹട്ടുണ്ട്, നല്ല മുട്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വളരെ ഭംഗിയാണ് കേട്ടോ. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യണേ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഈ വഴിയിലൊരു ഓന്തിരിപ്പുണ്ടോ അവിടെ, ഇതുണ്ടോ, അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊരു ഓന്ത്, ഇതൊരു പ്രത്യേക ടൈപ്പാല്ലേ. എടാ കുട്ടാ, എന്നാണ്ട് വിശേഷമൊക്കെ? ഇങ്ങനത്തെ ഓന്തിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഓന്ത് നിറം മാറുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പം നമുക്കിതിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോവാം. ഇവിടെ ഒരു ടൈല് കൊണ്ടൊക്കെ എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയതാണെന്ന് തോന്നുന്നു. അടിപൊളി. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. നോക്കി ആ പാറക്കുളം, ആ അഡ്വഞ്ചർ സോണ്, അവിടെ സിപ്പ് ലൈന്, ബർമ ബ്രിഡ്ജ്, ഇതെല്ലാം കണ്ടെങ്കിൽ അങ്ങ് മുകളിൽ കണ്ടോ, ആ കാണുന്നുണ്ടോ അവിടെയൊക്കെ പാൽക്കുളമേടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ അതാ ഒരു കവച്ചിങ്ങനെ വെച്ച പോലെ ഒരു മല ഇരിക്കുന്നുണ്ടോ, ആരോ വെട്ടിത്താത്തി, അതിൻ്റെ ഇടയ്ക്കുന്ന ആരോ വെട്ടിക്കൊണ്ട് പോയല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗവും അതാ താഴത്തെ റോഡ്, മെഡിക്കൽ കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ഇവിടെ ഒരു മരം ഇങ്ങനെ നമ്മൾ താഴെ നിന്നിട്ട് ആ പൂമരം പൂത്ത് വയ്ക്കി നോക്കി. പിന്നെ ചെറുതോണി ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളും അങ്ങ് ദൂരെയായിട്ട് ഒരുപാട് മലനിരകളും, അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ കാണാം കേട്ടോ. ഇതിലെ നമ്മൾ തിരിച്ച് നടക്കുമ്പോഴും മനോഹരമായൊരു കാഴ്ചയാണ് കിട്ടുന്നത്. ആ ഒരു വാച്ചിങ് ഗാലറിയൊക്കെ ഉണ്ടോ, നമ്മൾ കയറി നിന്ന് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടേ. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ. ഈ കാഴ്ചകളൊക്കെ കണ്ടാലുണ്ടല്ലോ ഇവിടെ നമുക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, അതുപോലെയാണ്. ഈ പാറക്കുളമൊക്കെ കൂട്ടി ഇവിടുന്ന് നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെ എന്താ താഴെ കണ്ടോ കൊട്ടവഞ്ചിയൊക്കെ കിടക്കുന്നുണ്ടോ. പിന്നെ ആ ഒരു ഗാർഡനൊക്കെ നോക്കി എന്നാ അടിപൊളിയാണ് കാണാൻ. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറേ കൂടെ ഫുള്ളായിട്ട് കാണാൻ പറ്റുമേ, അവിടുന്ന് നമുക്ക് കാണാം. ഇതാ മൂല ചെന്ന് നിന്നാൽ താഴോട്ട് നോക്കിയാൽ 2 സൈഡിലേക്കുള്ള കാഴ്ചകൾ കിട്ടും. കണ്ടോ ഡാം, താഴെ പാട്ടിട്ടിട്ടുണ്ട് അവർ. ഇപ്പം ഇങ്ങനെ കാണാം, നമ്മൾ താഴെ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇപ്പുണ്ട് കേട്ടോ, പിള്ളേരും ഒക്കെ ആയിട്ട്. ആ സെൻട്രൽ നല്ല റൗണ്ടായിട്ടാണല്ലേ. ഇവിടുന്ന് നോക്കി നല്ലൊരു
കാഴ്ചയല്ലേ താഴോട്ട്. നമ്മൾ അപ്പുറത്തു നിന്നൊക്കെ കണ്ടതിനെക്കാട്ടി ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. കൊട്ടവഞ്ചി കിടക്കുന്ന പാറക്കുളം. ഇതിൽ നിറച്ച ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ അത് ഓണത്തിൻ്റെ സമയത്തൊക്കെ വന്നാലേ ആൾക്കാരെയും കൂടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കാപ്പി പിടിച്ച ആ കട കണ്ടോ, അത് ഈ മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ തന്നെയാണ് കേട്ടോ. അതായിരുന്നിരിക്കും നേരത്തെ. ആ ഒരു ഭാഗം കണ്ടോ, അതും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നല്ല മനോഹരമാണ്. ഈ എൻട്രൻസിൻ്റെ ഒരു കാഴ്ചയുണ്ടല്ലോ, നമ്മൾ താഴേന്ന് കയറി വന്നതിനെക്കാട്ടി ഭംഗിയാണ് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ. ഇവിടെ നമ്മുടെ വഴിയക്കാരൻ്റെ ഒരു കടയൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ കുറേ നേരമായി. ഒരു ചായയും കൂടെ കുടിച്ചേക്കാം അല്ലേ. ഇവിടെയും പിള്ളേരെയൊക്കെ പറ്റിക്കാനുള്ള കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. കുപ്പിവെള്ളം ഇതുണ്ടോ, ബൈനോക്കുലർ, കണ്ണാടി. ചായ ഉണ്ടോ? ഒരു ചായ നോക്കാം. കാറ്റാടിയൊക്കെ ഉണ്ടോ? പക്ഷെ ഇവിടുത്തെ കാറ്റാടി കറങ്ങുന്നില്ല, കാറ്റില്ലാത്തതുകൊണ്ട്. ഇവിടെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. എയർ ഡോൾസ് ഒത്തിരി ഉണ്ട്. ഇതൊക്കെ കളറുണ്ടോ, എന്നാ ഭംഗിയെന്ന് നോക്കിയത് കാണാം. കുഞ്ഞു പാവകളിരിക്കുന്നുണ്ടോ, പാവ. നിങ്ങളുടെ ഇടുക്കി ഹിൽവ്യൂ പാർക്കിലെ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും കാഴ്ചകളൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാഴ്ച കിട്ടി. ആ മുകളിൽ വെച്ച കുറേ മരം ഉണ്ടായിരുന്നു, അത് വെട്ടി മാറ്റിയപ്പം ഇടുക്കി ഡാമിൻ്റെയും ചെറുതോണി ഡാമിൻ്റെയും മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റി. നേരത്തെയൊക്കെ വരുന്ന സമയത്ത് അത് കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ, ഭയങ്കര മോശമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു മെച്ചമുണ്ടായി. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയത്തില്ല. ആ ഓണത്തിൻ്റെ അവധി സമയത്ത് എല്ലാവരും വരുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. കാരണം വെച്ചാൽ അന്നേരത്തേക്ക് ആ ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള ആ ഗതാഗതമൊക്കെ ഓപ്പൺ ആവും. ആ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആസ്വദിക്കാമല്ലോ. അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റും. അതിന് മുകളിൽ കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ നമ്മൾ പോകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കവിടെ വീഡിയോ, ഫോട്ടോ, ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും കൂടെ ഒന്ന് കയറിപ്പോയേനെ. നമ്മൾ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. കണ്ടിട്ട് വന്ന് കുറേ കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് എനിക്കൊരു വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകളല്ലാതുള്ള അപ്പുറത്തപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മതിയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.